നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെ ആക്രമണത്തിന് പിന്നിൽ ഉത്തരേന്ത്യൻ സ്വദേശിയെന്ന് സംശയം. പ്രതിക്കായി തെരച്ചിൽ ഊർജിതം. അക്രമിയുടെ ബാഗും മൊബൈൽ ഫോണും കണ്ടെടുത്തു. ട്രെയിനിൽ നിന്ന് കാണാതായ 3 പേരുടെ മൃതദേഹം എലത്തൂർ സ്റ്റേഷന് സമീപം ട്രാക്കിൽ. മരിച്ചത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശികൾ. കണ്ണൂർ എക്സ്പ്രസിലെ ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റെയിൽവേയുടെ വിശദീകരണം തേടി. എൻഐഎയും അന്വേഷിക്കും. സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സ്ഥലത്തെത്തും. ട്രെയിനുകളിൽ സുരക്ഷ ശക്തമാക്കണമെന്ന ആവശ്യവുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്രത്തിന് കത്തയച്ചു. പ്രതിയെ പിടികൂടാൻ ഊർജിത ശ്രമം തുടരുന്നുവെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി ഇന്ന് അപ്പീൽ നൽകും. സൂറത്ത് കോടതി വിധി മരവിപ്പിക്കണമെന്ന ആവശ്യം. രാഹുൽ നേരിട്ട് ഹാജരാകും. മുതിർന്ന നേതാക്കൾ അനുഗമിക്കും. അയോഗ്യതാ വിഷയത്തിൽ പാർലമെന്റ് ഇന്ന് പ്രക്ഷുബ്ധമായേക്കും. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വിടവാങ്ങിയത് ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട്ട ന്യായാധിപൻ. 4 ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസും കേരള ഹൈക്കോടതിയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായും പ്രവർത്തിച്ചു. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം ഇടുക്കിയിൽ. മൂന്നാറിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ചിന്നക്കനാലിൽ ശാന്തൻപാറ മേഖലകളിലെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കും. ചീഫ് ജസ്റ്റിസിന് നേരിട്ട് പരാതി നൽകാൻ കർഷക സംഘടനകൾ. ISL പ്ലേ ഓഫിൽ മത്സരം പൂർത്തിയാക്കാതെ ഗ്രൗണ്ട് വിട്ടതിൽ മാപ്പ് പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സും പരിശീലകരും. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലെടുത്ത തീരുമാനം. പിഴവ് ആവർത്തിക്കില്ലെന്നും ബ്ലാസ്റ്റേഴ്സ്. ഖേദപ്രകടനം സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ച പ്രസ്താവനയിൽ. വാർത്തകൾ വിശദമായി നോക്കാം. ആക്രമണം ആസൂത്രിതമോ?